വിശാലമായി പരന്നു കിടക്കുന്ന കൃഷിയിടങ്ങളൊക്കെ പിന്നിട്ട് നമ്മൾ പോവുകയാണ് ഹാലോങ് ബേയിലേക്ക്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡേ ഓഫ് ജോയ്. ഇന്ന് ഡേ 3. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്തു. മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇനിയുള്ള ഒരു ദിവസം ഹാലോങ് ബേയിലെ ഒരു ക്രൂയിസിലാണ്. വിയറ്റ്നാമിൻ്റെ തലസ്ഥാന നഗരമായ ഹനോയിൽ നിന്നും ഏകദേശം 170 കിലോമീറ്റർ കിഴക്കാണ് ഹാലോങ് ബേ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഒരു 2.5 മണിക്കൂറിന് ശേഷം നമ്മൾ ഹാലോങ് ബേയിലെത്തി. നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചാണ് ക്രൂയിസ് തിരഞ്ഞെടുക്കുന്നത്. ഞങ്ങളെത്തിയപ്പോഴേക്കും ക്രൂയിസിലേക്കുള്ള ഞങ്ങളുടെ ഗൈഡ് എത്തിയിരുന്നു. ദ ജേണി ഓഫ് എലഗൻസ് എന്ന ക്രൂയിസിലായിരുന്നു ഞങ്ങളുടെ ട്രിപ്പ്. ലഗേജ് എല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ഗൈഡ് കൈകാര്യം ചെയ്തു. കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു, എന്നാലും കുഴപ്പമില്ല. ഇവിടെ നമ്മുടെ ബോട്ട് മാത്രമല്ല, പലയിടങ്ങളിലും പല ബഡ്ജറ്റിലുമുള്ള ക്രൂയിസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും മാറിപ്പോവാതിരിക്കാൻ ബോട്ടിൻ്റെ പേരും നമ്പറും ഒക്കെ അടങ്ങുന്ന ഒരു ബാഡ്ജും കൊടുത്തിരുന്നു. വിയറ്റ്നാമീസ് കലാരൂപമായ ഡ്രാഗൺ ഡാൻസ് ഒക്കെ ഒത്തിണക്കിയാണ് പാസഞ്ചേഴ്സിനെ ക്രൂയിസിലേക്ക് വെൽക്കം ചെയ്യുന്നത്. ഞങ്ങളുടെ ക്രൂയിസ് ഏകദേശം 30 മിനിറ്റ് അകലെയാണ് ആങ്കർ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ ബോട്ടിലൂടെ വേണം ക്രൂയിസിലേക്ക് എത്താൻ. ക്രൂയിസിലേക്കുള്ള യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. വരുന്ന വഴി കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ഏകദേശം ഒരു 30 മിനിറ്റിന് ശേഷം നമ്മുടെ ക്രൂയിസിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. എത്തിയപ്പോഴേക്കും ഏകദേശം 1 മണിയൊക്കെ ആയിരുന്നു. ലഞ്ചോട് കൂടിയാണ് നമ്മുടെ ക്രൂയിസിലെ ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്തത്. വെറൈറ്റി ടൈപ്പ് ഓഫ് ബ്രെഡും സ്നെയിൽ സൂപ്പും സ്ക്വിഡും പ്രോൺസും സുഷിയും അങ്ങനെ ഒരു നീണ്ട ലിസ്റ്റിലുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു ലഞ്ചിന്.
ഇതാണ് ഞങ്ങളുടെ റൂം. ആ ഹോട്ടലിൽ താമസിച്ച പോലെ തന്നെ ഞങ്ങൾ 3 പേര് തന്നെയായിരുന്നു ഇവിടെയും റൂമിൽ. ഞാനും സരിത ചേച്ചി, പിന്നെ നീതു ചേച്ചി. ചെറിയൊരു ബാൽക്കണിയോട് കൂടിയുള്ള ഒരു റൂം. മഴക്കാറ് കൊണ്ട് മൂടിക്കെട്ടിയ ഒരന്തരീക്ഷം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഒരു ചെറിയ റെസ്റ്റൊക്കെ എടുത്ത് ഇനിയൊരു ചെറിയ ആക്ടിവിറ്റിക്കായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഡേ ട്രിപ്പായിട്ടും 1 ഡേ ട്രിപ്പായിട്ടും 2 ഡേ ട്രിപ്പായിട്ടും അങ്ങനെ ഈ ക്രൂയിസുകൾ തിരഞ്ഞെടുക്കാം. കയ്യിലെ ബഡ്ജറ്റ് അനുസരിച്ചാണ് ക്രൂയിസിലെ ആക്ടിവിറ്റികൾ. ബോട്ടിങ്ങിനും കയാക്കിങ്ങിനും ഒക്കെ സൗകര്യമുള്ള ഒരു പ്രദേശം. കയാക്കിങ്ങും ബോട്ടിങ്ങും മാത്രമല്ല, കുട്ടവഞ്ചികളും ഉണ്ട്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഒരിടം കൂടിയാണ്. 2000-ഓളം വരുന്ന വലുതും ചെറുതുമായ ദ്വീപുകളും ചുണ്ണാമ്പ് പാറകളും ഗുഹകളും സ്ഥിതി ചെയ്യുന്ന ഒരിടമാണ് ഹാലോങ് ബേ. പ്രകൃതിയുടെ കാലാവസ്ഥാ മാറ്റങ്ങൾ കാരണം ഏകദേശം 500-ലധികം വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതാണ് ഈ ഹാലോങ് ബേ എന്ന ദ്വീപ സമൂഹം. ലൈംസ്റ്റോൺ കേവുകളും മലകളുമാണ് ഇവിടുത്തെ പ്രധാന പ്രത്യേകത. ഈ കാണുന്ന പാറക്കെട്ടുകൾ വെറും പാറക്കെട്ടുകളല്ല, ചുണ്ണാമ്പ് കല്ലുകളാണ്. ഇതിനെ കാസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ശാന്തവും മനോഹരമായ ഒരിടം കൂടിയാണത്. പണ്ട് മുതലേ മീൻപിടുത്തം കൈത്തൊഴിലാക്കിയവരായിരുന്നു ഇവിടെ താമസിച്ചിരുന്നവർ. എന്നാൽ കാലം മാറിയതോടെ ഇവിടെ ഉണ്ടായിരുന്നവരിൽ മിക്കവരും തന്നെ കരയിലേക്ക് താമസം മാറി. ഇനി നേരെ നമ്മുടെ ക്രൂയിസിലേക്ക്. ഇനി അടുത്ത ആക്ടിവിറ്റിയെക്കുറിച്ചാണ് ഗൈഡ് നമ്മളോട് പറഞ്ഞു തരുന്നത്. ഇനി ചെറിയൊരു ടീ ബ്രേക്കാണ്. ടീ ബ്രേക്കൊക്കെ കഴിഞ്ഞാൽ ഒരു ചെറിയ കുക്കിംഗ് ക്ലാസ് ഉണ്ട്. വളരെ ശാന്തവും ചുറ്റും പാറക്കെട്ടുകളും കൊണ്ട് നിറഞ്ഞ ഒരു ജലവിധാനം. ഇതൊരു കടൽ കൂടിയാണ്. അങ്ങനെ നമ്മുടെ ക്രൂയിസ് പയ്യെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. പയ്യല്ല, അത്യാവശ്യം സ്പീഡുണ്ട്. നമ്മുടെ കുക്കിംഗ് ക്ലാസ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വിയറ്റ്നാമിലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ അവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. സ്നാക്ക് ടൈം മാത്രമല്ല, നമ്മുടെ ബിവറേജും അവിടെ ഓപ്പണാണ്. ബട്ട് അത് പെയ്ഡബിളാണ് എന്ന് മാത്രം.
റൈസ് ഷീറ്റിൽ കട്ട് വെജിറ്റബിൾസും സ്മാഷ്ഡ് മീറ്റും സോസും ഒക്കെ വെച്ച് മിക്സ് ചെയ്ത് റോള് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഈ ഈവനിങ് സ്നാക്ക്. കുക്കിംഗ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കുറച്ച് റീൽസൊക്കെ എടുത്ത് ഇപ്പോൾ നമ്മളുള്ളത് ഷിപ്പിലെ ടോപ്പ് ഫ്ലോറിലാണ്. ചുറ്റുമുള്ള ക്രൂയിസിലൊക്കെ DJ പാർട്ടി നടക്കുകയാണ്. അപ്പോഴേക്കും അടുത്ത അറിയിപ്പ് വന്നു. ഇനി അടുത്തത് ഡിന്നർ പാർട്ടിയാണ്. ഡിന്നറിന് മുമ്പ് അവരുടേതായ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് ഒരു ഫാഷൻ ഷോയും ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. വീട്ടിൽ ചെമ്മീൻ കിള്ളാത്ത ജോമോള് വിയറ്റ്നാമിൽ വന്ന് ക്രൂയിസിൽ ചെമ്മീൻ കിള്ളുന്നതാണ് ഈ കാണുന്നത്. നിങ്ങൾ ചെമ്മീൻ കിള്ളാൻ തീരെ അറിയില്ല കുട്ടിക്ക്. പോരാ പോരാ ഇത് പോരാ. ഓ സൂപ്പർ. ജോമോളെ സൂപ്പർ. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് DJ പാർട്ടിയൊക്കെ അറ്റൻഡ് ചെയ്ത് ഇനിയൊരു ഡീപ്പ് സ്ലീപ്പ്. വിയറ്റ്നാമിൽ എത്തിച്ചേർന്നതിൻ്റെ സകല ക്ഷീണവും മാറിയത് അന്നായിരുന്നു. അങ്ങനെ ഡേ 4 ആയി. നേരം വെളുത്തതറിഞ്ഞില്ല. ഇന്നലെ ക്രൂയിസ് ആങ്കർ ചെയ്ത സ്ഥലത്ത് നിന്നും ഒരുപാട് അകലെയാണ് ഇന്നുള്ളത്. ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ മെയിൻ ആയിട്ടുണ്ടായിരുന്നത് യോഗ എക്സസൈസൊക്കെ ആയിരുന്നു. അങ്ങനെ എക്സസൈസൊക്കെ കഴിഞ്ഞു, വാമപ്പൊക്കെ എടുത്തു. ഇനി നേരം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു. 80 ടൈപ്പ് ഓഫ് ബ്രെഡും കോൺഫ്ലെക്സും മിൽക്കും ഒക്കെ ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ്. 12 മണിയോടെ ക്രൂയിസിൽ നിന്ന് വെക്കേറ്റ് ചെയ്യണം. ഞങ്ങളെ കൊണ്ടുപോകാനുള്ള ബോട്ട് എത്തിച്ചേരുന്നത് അപ്പോഴാണ്. അതിനുള്ളിൽ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ലഞ്ചും കഴിച്ച് വേണം നിൽക്കാൻ.
അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ക്രൂയിസിൽ നിന്നും വെക്കേറ്റ് ചെയ്യേണ്ട സമയമായപ്പോഴേക്കും ഞങ്ങളുടെ ചെറിയ ബോട്ട് എത്തിച്ചേർന്നു. ക്രൂയിസിലുള്ള സ്റ്റാഫിനോടൊക്കെ യാത്ര പറഞ്ഞു ഞങ്ങൾ പോവുകയാണ്. വളരെ ആദ്യത്തെ മര്യാദയോട് കൂടി തന്നെയാണ് ഈ ക്രൂയിസിലെ എല്ലാ സ്റ്റാഫും പെരുമാറിയത്. ക്രൂയിസിൽ കയറിയത് മുതൽ ഈ ഇറങ്ങുന്ന ടൈം വരെ വളരെ ഭംഗിയായി തന്നെ ക്രൂയിസിലെ സ്റ്റാഫുകൾ എല്ലാവരും തന്നെ വർക്ക് ചെയ്തു. അതുകൊണ്ട് തന്നെ വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടുന്ന് പിരിയുന്നത്. സ്റ്റോണും മലനിരകളും ഗുഹകളും ദ്വീപുകളും എല്ലാം കടന്ന് നമ്മൾ ആദ്യം എത്തിച്ചേർന്ന സീ പോർട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അങ്ങനെ ക്രൂയിസിലെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. ഇനി അടുത്തൊരു സ്പോട്ടുമായി വരാം. അതുവരെയും ബൈ.